ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദൃശ്യം 3. ഈ വീഡിയോയിൽ ഞാൻ പടത്തിലെ സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ധൈര്യമായിട്ട് കാണാം. ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത് ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണെന്ന്. ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുമ്പും ജിത്തു ജോസഫ് പറഞ്ഞത് ഇതൊരു ചെറിയ പടമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ഈ പടത്തിന് സത്യം പറഞ്ഞാൽ പോയത്. ദൃശ്യം 1ഉം 2ഉം ഒക്കെ കണ്ടിട്ട് നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പടം തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ, മോഹൻലാൽ. ചുമ്മാതൊന്നല്ല ഇങ്ങനെ ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ദൃശ്യം 1ലും 2ലും നമ്മൾ കണ്ടത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വളരെ പ്ലാൻഡായ ബുദ്ധി ഉപയോഗിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോർജ് കുട്ടീനെയാണ്. അതേസമയം ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടിയുടെ ഉള്ളിലുള്ള കുറ്റബോധവും മനസാക്ഷിക്കുത്ത്, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ ജോർജ് കുട്ടിയുടെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുള്ളതിനാണ്. ആ ഒരു ഇന്റേണൽ സ്ട്രഗിൾ, ആ ഒരു ക്യാരക്ടർ ആർക്ക് ഡെവലപ്പ് ചെയ്തത് അടിപൊളിയായിട്ടാണ് ജിത്തു ജോസഫ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് പെർഫോമൻസിലൂടെ പൊളിച്ചടിക്കുന്നത് ലാലേട്ടനും. മോഹൻലാലിനെ കൂടാതെ മീന, അൻസിബ, എസ്തർ, സിദ്ദീഖ്, മുരളി ഗോപി, ഇവരൊക്കെ ഇവരുടെ റോള് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട വേറെയും കുറേ ആൾക്കാരുടെ പെർഫോമൻസ് ഉണ്ട്. സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രതീക്ഷകളായിട്ട് പോയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നത്. പക്ഷേ നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ, നിങ്ങളൊരു ദൃശ്യം ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ദാറ്റ്സ് ഓൾ. ബൈ.